Hello students. So today we can see with another topic. So that is usually asking your university exam, organization chart. So you may be confused with the organization structure and organization chart. Organization chart is a pictorial representation of organization structure. First you have to learn organization structure. Okay, you may be familiar with the line and staff, matrix, etc. So these all are some of the examples of organization structure. So I am not taking that one. I am dealing with the organization chart. What do you mean by organization chart? So organization chart is a simple diagrammatic method of describing an organization structure. So as I have already told you, it is a pictorial representation of organization structure. Okay. It was first introduced by Daniel Z. McCollum in 1855. So this chart is like a blueprint of a building എന്നാണ് അവർ പറയുന്നത്. So it indicates, എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫോമൽ റിലേഷൻഷിപ്പ് ആൻഡ് റിലേറ്റീവ് റാങ്ക്സ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ കാഴ്ചയിൽ കാണാൻ പറ്റും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണ്, അതിലോരോ പൊസിഷനിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെ നമുക്കതിനകത്ത് അറിയാൻ പറ്റും. So then the definition we can see, the definition is given by George Terry, defined as a diagrammatical form which shows important aspects of an organization, including the major function and their respective relationship, the channel of supervision and the relative authority of each employee who is in charge of a respective function. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്, ഓരോ ബോക്സിനകത്താണ് ഓരോ പൊസിഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മേജർ ഫങ്ഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, വെർട്ടിക്കൽ റിലേഷൻ എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ റിലേഷൻ എങ്ങനെയാണ്. സോ ദീസ് ഓൾ തിങ്സ് ആർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദ organization chart. So I think it's clear. So now we can see the features of organization chart. Features of organization chart are follows. It has a diagrammatic representation, already I told you. It represents the formal organization structure. Only in formal organization structure we can visualize the authority and responsibility. It shows the lines of authority and a formal relationship in the organization. Then it indicates the channel of communication and the department linkage. എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ റിലേഷൻഷിപ്പാണ്, ഓരോ പൊസിഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്. സോ ദീസ് ഓൾ ആർ ദ ഫീച്ചേഴ്സ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Then comes the principles of organization chart. Principles are, it should have a clear title. നിങ്ങൾ നിങ്ങളുടെ കോളേജിൻ്റെയൊക്കെ ഓർഗനൈസേഷൻ ചാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിട്ടൺ ദെയർ. ഓക്കെ, ദ നെയിം ഓഫ് ദ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ കോളേജ് ഡീറ്റെയിൽസ് ആർ ദെയർ. ദാറ്റ്സ് ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ടൈറ്റിൽ. ദെൻ ഇറ്റ് ഷുഡ് ഷോ ദ ലൈൻസ് ഓഫ് അതോറിറ്റി. ഓക്കെ, പവർ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, സുപ്പീരിയർ, subordinate, that should be shown there in the chart. That's the second principle. Third one, positions of equal rank must be shown at the same level. നിങ്ങൾ ഓരോ ബോക്സസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ബോക്സസിനകത്ത് ഒരേ പൊസിഷനിലുള്ളവരെ ഒരേ സ്ഥാനത്തായിരിക്കണം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് പൊസിഷൻസ് ഓഫ് ഈക്വൽ റാങ്ക് മസ്റ്റ് ബി ഷോൺ അറ്റ് ദ സെയിം ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, solid line must be used to indicate the line of authority. Solid line അതോറിറ്റിയെ കാണിക്കുന്നു, അതാണ് വേണ്ടിയത്. നെക്സ്റ്റ് വൺ, സ്റ്റാഫ് റിലേഷൻഷിപ്പ് ബൈ ഡോട്ടഡ് ലൈൻ. Staff relationship means
ലൈൻ അതോറിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. ദേ ആർ കോൾഡ് ആസ് സ്റ്റാഫ് അതോറിറ്റീസ്. ഓക്കെ. ദെൻ കംപ്ലീറ്റ് ചാർട്ട് ഷുഡ് ബി ഓൺ എ സിംഗിൾ ഷീറ്റ്. യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയൊരു ബോർഡായിരിക്കും അല്ലേ, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി ഷോൺ ആസ് എ സിംഗിൾ ചാർട്ട്. ദാറ്റ്സ് അനദർ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ, color should be used to indicate different department. Some of the chart may show different colors for different department. That also can be shown there, okay, in the organization chart. These all are the principles of organization chart. I think it's clear. Then we can see the advantages of organization chart or uses. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ വാട്ട് ആർ ദ യൂസസ് ഓഫ് organization chart. It shows clearly the various positions and how they relate to one another. ഓരോ പൊസിഷൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇറ്റ്സ് ക്ലിയർ ദെയർ. സെക്കൻഡ് വൺ, ഇറ്റ് ഷോസ് അറ്റ് എ ഗ്ലാൻസ് ദ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. വർക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന പവറും അത് തമ്മിലുള്ള ഹൗ ദേ ആർ പെർഫോമിങ് ദ ടാസ്ക് റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻസ് അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. തേർഡ് വൺ, ഇറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസേഷണൽ ചേഞ്ച്. So if they want to make a change in the organization structure, so by seeing the organization chart they can make a change on that. Next one, picture provide guidance to outsiders to whom they should contact. So if any person is coming from outside, especially large organization like a medical college or the teaching institution or universities, if we have the organization structure is there, they can clearly see the department or the area where it is located and whom they have to contact. Then it serves as a valuable guide to the new person, especially for a new person they are getting a guidance to whom they have to reach and where the areas or the different departments are located. Next point, it helps to point out ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ഡെഫിഷ്യൻസീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അത് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ടു ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ. Classification and evaluation of personnel means we can group the personnel according to their position. അത് കൃത്യമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. Then next point, to provide clues to the line of promotion. Okay, by seeing that each box has some positions are there, so ആ പൊസിഷന് നെക്സ്റ്റ് ടൈമിൽ എപ്പോഴാണ് പ്രൊമോഷൻ കിട്ടുന്നത് എന്നുള്ളത് ഒരു ക്ലൂ കിട്ടും, ലൈൻ ഓഫ് പൊസിഷൻ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. ദ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫ്രം ഇറ്റ്സ് ക്ലിയർലി മെൻഷൻ ദെയർ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്. ദ ലാസ്റ്റ് advantage is it is a managerial tool. Okay, so the managerial tool means it's a part of the management process and they have to maintain that. So these all are the advantages or uses of organization chart. I think it's clear. Next we can see the limitations of organization chart. നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. So we can see one by one. The first one, it failed to recognize informal relationship. ഏതൊരു ഓർഗനൈസേഷനും എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ബട്ട് ഫോർമൽ ഓർഗനൈസേഷൻ ഓൺലി ഈസ് വിസിബിൾ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ വിസിബിൾ അല്ല. സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോർമൽ ഓർഗനൈസേഷൻ. ഇറ്റ് നീഡഡ് ടു ബി ദെയർ. ഓക്കെ. സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ഫ്ലെക്സിബിലിറ്റി. ഈ ഓർഗനൈസേഷൻ ചാർട്ട് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. അതുകൊണ്ട് നമുക്കതിനെ കാണുമ്പം നമുക്ക് ആ എന്ത് കാണുന്നോ അതല്ല, അതിനപ്പുറത്തേക്കും ഓർഗനൈസേഷനകത്ത് ഫങ്ഷനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ബ്യൂറോക്രാറ്റിക് റിജിഡിറ്റി ആൻഡ് ദ ഫോർമൽ റിലേഷൻഷിപ്പ്. ആ ചാർട്ടിൽ കാണുന്നത് ഉള്ളി പൊസിഷൻസും അതോറിറ്റീസും റിലേഷൻഷിപ്പും മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് അനദർ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് വൺ, ഷോസ് ദ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് സപ്പോസ് ടു accept rather than what actually exists. Only visible things are there. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ദെൻ
Next disadvantage, fail to show how much equality, responsibility and individual can exercise due to oversimplification. By seeing this organization chart, we may think that, oh, that much simple the functioning of organization. So reality is not like that. It's not that much simple the functioning of organization. Next point, poorly designed chart make confusion and misunderstanding. If it is not organized and prepared properly or in a well-designed manner, it may create confusion and misunderstanding and conflict among the members of the organization. And the next point, they may create a superior and inferior feeling and it leads to conflict in the organization. I already told you there is a chance of superior inferior feeling and conflict. So the superior, he is much higher than me, and the superiors may have the feeling that the subordinates may be, he is under me, like that feelings are there. So these all are the limitations of organization chart. So now we can see the types of organization chart or the form of organization, how it is presenting. So main presenting form are the 4 types are there. I am describing here the 4 types. The first one is the vertical chart or hierarchical chart or top to down chart. ഈ പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വെർട്ടിക്കൽ, ടോപ്പ് ടു ബോട്ടം ഓർ ഹയറാർക്കിയൽ. ഇത് പിക്ചറിൽ തരുന്നുണ്ടല്ലോ, ഇതാണ് സാധാരണ രീതിയിലുള്ള ഫോമൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷനാണ്. വെർട്ടിക്കൽ പ്ലേസസ് ആണ്, ബോക്സസ് റെപ്രസെൻറ്റ് ദ റാങ്ക്സ്. ഓക്കെ, എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലേസ് ബോക്സസ് റെപ്രസെൻറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ലെവൽസ്. അത് വേരിയസ് സൈസസ് ഉണ്ടാവും. ടോപ്പ് പൊസിഷൻ മാനേജേഴ്സ് മേ ഹാവ് ബിഗർ ബോക്സസ് ആൻഡ് സബോർഡിനേറ്റ്സിൻ്റെ കുറച്ചുകൂടെ ചെറുതായിരിക്കും. സെയിം ലെവൽ ജനറലി ഹാവ് ബോക്സസ് ഓഫ് സിമിലർ സൈസ് ആൻഡ് ലാറ്ററൽ പ്ലേസസ് ബോക്സസ് ഇൻഡിക്കേറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദ സെയിം ലെവൽ ഓഫ് ഹയറാർക്കി ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് വെർട്ടിക്കൽ ചാർട്ടിൻ്റെയാണ്. അപ്പോൾ ടോപ്പ് പൊസിഷനിലുള്ള ആർക്ക് ഹയർ അതോറിറ്റിയും പവറും ഉണ്ടാവും. അതുപോലെ തന്നെ സോളിഡ് ലൈൻസാണ് ലൈൻ ഓഫ് അതോറിറ്റി കാണിക്കാനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ പൊസിഷനിൽ അതോറിറ്റി ആൻഡ് ദെൻ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഓരോ ബോക്സിലുള്ളവർക്കും ഈക്വൽ അതോറിറ്റി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ താഴോട്ട് വരുന്തോറും അത് ബ്രോഡായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും സ്റ്റാഫ് നഴ്സസും പേഷ്യൻസുമായിട്ട് അങ്ങനെ മാറും. ഇതാണ് ടിപ്പിക്കൽ വെർട്ടിക്കൽ ചാർട്ട് ഓർ ടോപ്പ് ടു ഡൗൺ ചാർട്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൊറിസോണ്ടൽ ചാർട്ട്. ഹൊറിസോണ്ടൽ ചാർട്ടിൻ്റെ അതർ നെയിംസ് ആർ ലെഫ്റ്റ് ടു റൈറ്റ് ചാർട്ട് ആൻഡ് ഇറ്റ്സ് ആസ് എ പിരമിഡ് ഷേപ്പ് ആൻഡ് നാരോ അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് ആൻഡ് ബ്രോഡ് അറ്റ് ദ ബോട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇത് നമ്മളുടെ ഇതിൽ ആപ്ലിക്കബിൾ അല്ല, ജനറൽ മാനേജ്മെൻറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഹൊറിസോണ്ടൽ ചാർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ദ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ആണ്, ദ ബോർഡ് ഓഫ് ഡയറക്ടറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ഹൂവർ ഈസ് ദെയർ. ഇതിൻ്റെ താഴെ മേ ബി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ CEO ആയിരിക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കാണുമ്പം വെൻ ഇറ്റ്സ് കം ടു ദ റൈറ്റ് അത് ബ്രോഡായിരിക്കും. അപ്പോൾ ഓരോ ലെവലിലും ഓക്കെ, വെൻ വെർട്ടിക്കൽ ലെവലിൽ നമ്മൾ നോക്കുമ്പം ഓരോരുത്തരും ഓരോ പൊസിഷനിലുള്ളവർക്കും ഈക്വൽ റാങ്ക് ആയിരിക്കും. ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദ ഹൊറിസോണ്ടൽ ചാർട്ട്. ദ മോസ്റ്റ് കോമൺലി യൂസിങ് ഈസ് വെർട്ടിക്കൽ ചാർട്ടാണ്. ദെൻ കംസ് ദ സർക്കുലർ ചാർട്ട്. സർക്കുലർ ചാർട്ട് വെരി റെയറാണ്. സോ ഇറ്റ്സ് എ സർക്കുലർ വൺ. സോ ഇറ്റ് ഡെപ്പിറ്റ്സ്, നമുക്കറിയാം ടോപ്പ് മാനേജ്മെൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. ആൻഡ് ദെൻ അതർ മാനേജ്മെൻറ്റ് ലെവൽസ് ആർ ഇൻ ദ കോൺസെൻട്രിക് സർക്കിൾസ്. ഒരു 3 or 5 സർക്കിൾസ് നമ്മൾ വരച്ച് കഴിയുമ്പം സെൻട്രൽ സർക്കിൾ ആണ് ടോപ്പ് മാനേജ്മെൻറ്റ്. വെൻ ഇറ്റ് മൂവ് ടു ദ പെരിഫറിയിലോട്ട് പോകുമ്പോഴും ദ അതോറിറ്റി മേ ബി ഡിക്രീസിങ്, ജസ്റ്റ് ലൈക്ക് ദ ഹയറാർക്കിയൽ സ്ട്രക്ചർ പോലെ തന്നെയാണ്. ബട്ട് ദ അതോറിറ്റി മേ ഫ്ലോ ഫ്രം സെൻറ്റർ ടു പെരിഫറി. സർക്കിൾ ചെറുത് വലുത്, അതിൻ്റെ മീതെ വലുത്. ആൻഡ് ഔട്ടർ ലെവൽ ഈസ് ദ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. Then the positions of relative equal importance are located at the same distance from the center.
നമ്മൾ സർക്കുലർ ചാർട്ട് വരയ്ക്കുമ്പം ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം പെരിഫറിയിലോട്ടുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ പൊസിഷൻ. നെക്സ്റ്റ് വൺ, the higher the position of authority, the near they are there to the center. Okay, and then the lesser the position of authority, more distant away from the center. ഞാൻ ഓൾറെഡി പറഞ്ഞു, അങ്ങനെയാണിത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ മാട്രിക്സ് ചാർട്ട്. മാട്രിക് സ്ട്രക്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മാട്രിക്സ് ചാർട്ട്. ഇറ്റ് ഈസ് യൂഷ്വലി വി ആർ യൂസിങ് ഫോർ എ ലാർജ് ഓർഗനൈസേഷൻ വിത്ത് മൾട്ടിപ്പിൾ ഫങ്ഷൻ ഉള്ളതിലാണ്, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റീസ്, മെഡിക്കൽ കോളേജസ് ഓർ മേ ബി എ മിക്സഡ് ഫങ്ഷനുള്ള വലിയ ഓർഗനൈസേഷന് നമുക്ക് ഒരു ഹയറാർക്കിയൽ ലെവലും കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. മാട്രിക്സ് മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈൻ അതോറിറ്റി ആൻഡ് ദെൻ അലോങ് വിത്ത് ദാറ്റ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കോമ്പിനേഷനാണ് മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് matrix chart. So the same level employees in a group report to their respective manner. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് വയലേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് വയലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ദ സബോർഡിനേറ്റ് മേ റെസ്പോണ്ട് ടു ഓർ കമ്മ്യൂണിക്കേറ്റ് ടു അതോറിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് they have given here same level employees in a group reporting to their respective manager എന്ന് കൊടുത്തിട്ടുണ്ട്. Then it has two axes that representing to chain of command. ഞാൻ പറഞ്ഞല്ലോ ചെയിൻ ഓഫ് കമാൻഡ് രണ്ട് ആക്സിസിലാണ്. വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെൻറ്റ് ദ ഹയറാർക്കിയൽ സ്ട്രക്ചറാണ് ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെൻറ്റ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ്. ഇതൊരു ജനറൽ ഇതിൽ നിന്നുള്ളതാണ്. സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു അവർ ഫീൽഡ് ഓൾസോ. ഓക്കെ, ഹെൽത്ത് സെക്ടറിലും ഇങ്ങനെ തന്നെ മാട്രിക്സ് സ്ട്രക്ചറുണ്ട്. അപ്പം മേളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അത് ഹയറാർക്കിയിലാണ്, ലൈൻ അതോറിറ്റി അവിടെയാണ്. അതിൻ്റെ പാരലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളത്, അത് പ്രോജക്റ്റ് മെത്തേഡ് എന്നാണ് അല്ലെങ്കിൽ പ്രോജക്റ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ദേ ആർ ഇൻഡിവിജ്വൽ പ്രോജക്റ്റാണ്, ബട്ട് ദേ ആർ കമ്മിങ് അണ്ടർ, ദേ ആർ ഹാവിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ലൈൻ അതോറിറ്റി ആയിട്ട് ഉണ്ടാവും. സോ ദീസ് ഓൾ ആർ റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, മാട്രിക്സ് ചാർട്ട്. Okay, I think it's clear the forms or different ways of presenting organization structure എന്ന് പറഞ്ഞാൽ hierarchical or vertical and then horizontal, then matrix and then circular chart. If you have any doubt you can ask or you can clarify or review the slides. And then the common questions asking organization chart എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓർഗനൈസേഷൻ ചാർട്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കുക. ഒരു 2 to 3 ടെക്സ്റ്റ് റെഫർ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കണ്ടൻറ്റ് കിട്ടത്തുള്ളൂ. സോ യു ഗോ ത്രൂ ദാറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് you can clarify it with me. Okay, those who have not subscribed my channel, subscribe it. I will continue with the slides. Okay, bye. See you with another slide. Bye students.